കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഹരികൃഷ്ണ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വളരെയേറെ വിശേഷപ്പെട്ട ഒരു ദിനമാണ്. അതായത് കാർത്തിക പൗർണമിയാണ് ഇന്ന്. എല്ലാ വർഷവും കാർത്തിക മാസത്തിലെ ശുക്ലപക്ഷത്തിലെ പൂർണിമ, അതായത് പൗർണമി ദിനത്തിലാണ് കാർത്തിക പൗർണമി ആഘോഷിക്കുന്നത്. ഈ മാസം മുഴുവനും ഭഗവാൻ വിഷ്ണുവിനെ നാം ആരാധിക്കുന്നുണ്ട്. അതായത് ദാമോദര മാസമായിട്ട് നമ്മൾ കണക്കാക്കി ആരാധിക്കുന്നുണ്ട്. ഈ ദാമോദര മാസം ഭഗവാന് എന്നും നെയ്വിളക്ക് സമർപ്പിക്കുന്നത് അത്യുത്തമമാണ്. ഇന്നാണ് നെയ്വിളക്ക് സമർപ്പണത്തിൻ്റെ സമാപനം വരുന്നത്. ഈ കാർത്തിക പൗർണമിയുടെ വിശേഷം നോക്കാം. അതായത് ത്രിപുരാസുരൻ എന്ന അസുരനെ ശിവഭഗവാൻ വധിച്ചത് ഈ ദിവസമാണെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഈ പൗർണമിക്ക് ത്രിപുര പൗർണമി എന്നും പേരുണ്ട്. നമ്മുടെ ഗുരുവായൂരപ്പ ഭഗവാൻ മത്സ്യാവതാരം എടുത്തത് ഈ ദിവസത്തിലാണെന്നും പറയപ്പെടുന്നു. കാർത്തിക പൗർണമിക്ക് വളരെയധികം വേറൊരു വിശേഷമുണ്ട്. അതായത് ദേവദീപാവലി എന്നാണ് പറയുന്നത്. കാർത്തിക പൗർണമിയുടെ വൈകുന്നേരമാണ് ദേവദീപാവലി ആഘോഷിക്കുന്നത്. ആയതിനാൽ ഈ ദിവസം നമുക്ക് സന്ധ്യയ്ക്ക് വിളക്ക് കത്തിക്കുമ്പോൾ ശ്രീ മഹാവിഷ്ണുവിനും നമ്മുടെ ഗുരുവായൂരപ്പ ഭഗവാനും ശിവഭഗവാനും പ്രത്യേകമായി നെയ്വിളക്ക് സമർപ്പിക്കാം. ദേവദീപാവലി ആയതുകൊണ്ട് 2 മൺചിരാതിൽ നമുക്ക് നെയ്യൊഴിച്ച് തിരി തെളിച്ച് നമ്മുടെ പൂജാമുറിയിൽ നമ്മുടെ ഗുരുവായൂരപ്പ ഭഗവാനും ശിവഭഗവാനുമായിട്ട് നമുക്ക് ഈ വിളക്ക് സമർപ്പിക്കാം. ഭഗവാന്റെ ചിത്രത്തിൽ 3 പ്രാവശ്യം ആരതിയായിട്ട് ഒഴിഞ്ഞ് വിളക്ക് പൂജാമുറിയിൽ വയ്ക്കാവുന്നതാണ്. അന്നപൂർണാദേവിക്ക് ഏറ്റവും അധികം പ്രാധാന്യമുള്ള ദിവസം കൂടിയാണ് ഈ കാർത്തിക മാസത്തിലെ പൗർണമി ദിവസം. ആയതിനാൽ ഈ ദിവസത്തിൽ നാം അന്നപൂർണാദേവിയുടെ സ്തോത്രം ജപിച്ച് പ്രാർത്ഥിക്കുന്നത് സകലവിധമായ ഐശ്വര്യങ്ങൾക്കും കാരണമാകുന്നു. അന്നപൂർണാദേവിയുടെ സ്തോത്രം ഇപ്രകാരമാണ്: അന്നപൂർണേ സദാപൂർണേ ശങ്കരപ്രാണവല്ലഭേ ജ്ഞാനവൈരാഗ്യ സിദ്ധ്യർത്ഥം ഭിക്ഷാന്തേഹി ച പാർവതി മാതാശ പാർവതീ ദേവോ പിതാ ദേവോ മഹേശ്വര ബാന്ധവ ശിവഭക്തച്ഛ സ്വദേശോ ഭുവനത്രയം. മാതാ അന്നപൂർണേശ്വരിയുടെ സ്തോത്രം നമുക്ക് മുഴുവനായി പറയാൻ സാധിച്ചില്ലെങ്കിലും ഓം മാതാ അന്നപൂർണേശ്വരിയേ നമഃ എന്ന് പ്രകാരം ജപിച്ചാൽ മതിയാകും. 11 പ്രാവശ്യം ജപിക്കുക. മഹാലക്ഷ്മിയുടെയും അന്നപൂർണാദേവിയുടെയും മഹാദേവൻ്റെയും മഹാവിഷ്ണുവിൻ്റെയും അനുഗ്രഹം ഒപ്പം ഉണ്ടാകും. പ്രത്യേകിച്ചും ഈ കാർത്തിക പൂർണിമ ദിവസത്തിൽ ഇപ്രകാരം അന്നപൂർണേശ്വരിയെ സ്തുതിക്കുന്നത് നമുക്ക് സകലവിധമായ ഐശ്വര്യങ്ങൾക്കും കാരണമാകും. ഇവർക്കും ഗുരുവായൂരപ്പ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു.